Good morning, students. Today, starting second module, Ecology and Ecosystems, Biodiversity and its Conservation, and Natural Resources. Shall we go to next slide? Today, we are going to discuss the topics about ecology, ecosystems, then functions of ecosystem. What is the meaning of ecology? The term ecology is derived from the two Greek words oikos and logos. Oikos means home, then logos means study of. Ecology deals with the study of living organisms at home. ഇതാണ് എക്കോളജി എന്ന് പറയുന്നത്, ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ് അറ്റ് ഹോം. നമ്മുടെ സറൗണ്ടിങ്ങിൽ, ഹോം എന്ന് പറഞ്ഞാൽ ഇവിടെ സറൗണ്ടിങ് ആണ്, സറൗണ്ടിങ്ങിൽ ഉള്ള ലിവിങ് ഓർഗാനിസത്തെ പറ്റിയുള്ള സ്റ്റഡിയാണ് എക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, എക്കോളജി ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ് അറ്റ് ഹോം. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ലിവിങ് ഓർഗാനിസത്തെ പറ്റിയുള്ള സ്റ്റഡിയാണ് എക്കോളജി ഡീൽ ചെയ്യുന്നത്, അതായത് എക്കോളജി പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇതിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. According to Taylor, defined as ecology is the science of all relation of all organisms to all their environments. എല്ലാ ഓർഗാനിസവും എല്ലാ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് എക്കോളജി. അതാണ് എക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഓൾ റിലേഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ് ടു ഓൾ ദെയർ എൻവയോൺമെൻറ്റ്സ്. എല്ലാ ജീവജാലങ്ങളുടെയും അവയുടെ എല്ലാ എൻവയോൺമെൻറ്റിൻ്റെയും ബന്ധത്തെ പറ്റിയുള്ള ശാസ്ത്രമാണ് അല്ലെങ്കിൽ സയൻസാണ് എന്തോന്ന് പറയുന്നത്, എക്കോളജി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്കോസിസ്റ്റം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആവാസ വ്യവസ്ഥയെന്ന്, അല്ലേ? എന്താണ് എക്കോസിസ്റ്റം എന്ന് നോക്കാം. എക്കോസിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് എ കോംപ്ലക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഓൾ ദെയർ ഇൻ്റർ റിലേഷൻഷിപ്സ് ഇൻ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് സ്പേസ്. എല്ലാ ലിവിങ് ഓർഗാനിസവും, എല്ലാ ജീവജാലങ്ങളും എൻവയോൺമെൻറ്റും ഒരു പ്രത്യേക സ്ഥലത്ത് പരസ്പര ബന്ധത്തോടെ കഴിയുന്നതിന് അവസ്ഥയാണ് എന്തോന്ന് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവജാലങ്ങളും എൻവയോൺമെൻറ്റും ഒരു പ്രത്യേക സ്ഥലത്ത് പരസ്പര ബന്ധത്തോടെ കഴിയുന്ന അവസ്ഥയാണ് ആ എക്കോസിസ്റ്റം. ഓക്കെ, അതായത് വിവിധ തരത്തിലുള്ള ജീവികളടങ്ങുന്ന ഒരു ജൈവ സമൂഹവും എൻവയോൺമെൻറ്റും ചേർന്നതാണ് ആവാസ വ്യവസ്ഥ. ഓക്കെ, ലിവിങ് ഓർഗാനിസവും എൻവയോൺമെൻറ്റും തമ്മിലുള്ള എന്താണ് ചേർന്നതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു, എൻവയോൺമെൻറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു ബയോട്ടിക്കും അബയോട്ടിക് കമ്പോണൻസും. അതുപോലെ എക്കോസിസ്റ്റത്തിനകത്തും ബയോട്ടിക്കും അബയോട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്. ഓക്കെ, അബയോട്ടിക് കമ്പോണൻസ്. Abiotic components are the non-living component of an ecosystem. ജീവനില്ലാത്ത വസ്തുക്കളെയാണ് എന്തോന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവനില്ലാത്തവയാണ് അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എയർ, വാട്ടർ, സോയിൽ, മിനറൽസ്, സൺലൈറ്റ്, ടെമ്പറേച്ചർ, ന്യൂട്രിയൻസ്, വിൻഡ്, ആൾട്ടിറ്റ്യൂഡ്, ടർബിഡിറ്റി എക്സെട്ര. ഓക്കെ, ദെൻ abiotic components further classified into physical constituents and chemical constituents. Then physical constituents are soil, temperature, light and water. Then chemical constituents are phosphorus, carbon dioxide, oxygen, nitrogen, fats, protein etc. ഓക്കെ, ഇപ്പോൾ എക്കോസിസ്റ്റം മനസ്സിലായോ? എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഓൾ ദെയർ ഇൻ്റർ റിലേഷൻഷിപ്സ് ഇൻ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് സ്പേസ്. എല്ലാ ലിവിങ് ഓർഗാനിസവും എൻവയോൺമെൻറ്റും ഒരു പ്രത്യേക സ്ഥലത്ത് പരസ്പര ബന്ധത്തോടെ കഴിയുന്ന അവസ്ഥയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഷാൽ വി ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. Biotic components. Biotic components are the living components present in an ecosystem. It includes all flora and fauna, plants, animals and microorganisms like bacteria, fungi, etc. Then biotic ecosystem can be classified into three groups. They are producers, consumers, decomposers or reducers.
ഓക്കെ. ഇനി എന്താണ് ബയോട്ടിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അറിയാം, ലിവിങ് കമ്പോണൻസുകളാണ് എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ലിവിങ് കമ്പോണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫ്ലോറ ആൻഡ് ഫ്യൂണ, സസ്യജാലവും ജന്തുജാലവും കാണപ്പെടുന്നു. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗി എക്സെട്ര, ക്ലാസിഫൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്: പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകോമ്പോസേഴ്സ് എക്സെട്ര. ദെൻ പ്രൊഡ്യൂസേഴ്സ്. Producers are those organisms which either produce food or convert the compounds from one form to another. For this, they obtain energy from sunlight or from the inorganic compounds. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആരാണ്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ജീവികളെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിനായിട്ട് അവരെന്തെങ്കിലും പ്രൊഡ്യൂസേഴ്സ് സൂര്യപ്രകാശത്തിൽ നിന്നോ സൂര്യപ്രകാശത്തിൽ നിന്നോ ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നോ, അതായത് അജൈവ സംയുക്തങ്ങളിൽ നിന്നോ എനർജി നേടുന്നു. ഓക്കെ. ഇതിനാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ. പ്രൊഡ്യൂസേഴ്സ് ആർ ദോസ് ഓർഗാനിസംസ് വിച്ച് എയ്തർ പ്രൊഡ്യൂസ് ഫുഡ് ഓർ കൺവെർട്ട് ദി കോമ്പൗണ്ട്സ് ഫ്രം വൺ ഫോം ടു അനദർ. പ്രൊഡ്യൂസേഴ്സുകൾ എന്താണ്? ഫുഡ് ഒന്നുകിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് എന്തോന്ന് ചെയ്യുന്നു? കൺവെർട്ട് ചെയ്യുന്നു. ഇതിനായിട്ട് ഇവർ എനർജി നേടുന്നു. ഏതിൽ നിന്ന്? സൺലൈറ്റിൽ നിന്ന് എനർജി നേടുന്നു. അതുപോലെ ഫ്രം ദി ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, എന്താണ്? അജൈവ സംയുക്തങ്ങളിൽ നിന്നുമൊക്കെ എനർജി നേടുന്നു പ്രൊഡ്യൂസേഴ്സുകൾ. ഓക്കെ. ദെൻ ദ ഗ്രീൻ പ്ലാന്റ്സ് ട്രാപ്പ് എനർജി ഫ്രം സൺലൈറ്റ് ആൻഡ് പ്രിപ്പയർ പ്രോട്ടീൻ, carbohydrates and fats using their chlorophyll. This process is known as photosynthesis. എന്താണ്? പ്ലാന്റ്സുകൾ ക്ലോറോഫിൽ ഉപയോഗിച്ച് പ്രോട്ടീനും കാർബൺ ഡൈ ഓക്സൈഡും ഫാറ്റും എന്നിവ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം, അതായത് ഫോട്ടോസിന്തസിസ്. ഓക്കെ. അപ്പോൾ ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ് ഫോട്ടോസിന്തസിസ്? The green plants trap energy from sunlight and prepare protein, carbohydrates and fats using their chlorophyll. ക്ലോറോഫിൽ ഉപയോഗിച്ചിട്ട് പ്രോട്ടീനും കാർബൺ ഡൈ ഓക്സൈഡും ഫാറ്റൊക്കെ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയ പറയുന്ന പേരാണ് എന്തോന്ന് പറയുന്ന? ഫോട്ടോസിന്തസിസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, കൺസ്യൂമേഴ്സ്. which consume the food produced by the producers and gain the energy for their survival. Though they cannot produce for themselves, they can transform organic compounds from one form to another. ഇതിൽ നമ്മൾ എന്താ പറയുന്നത്? പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് കൺസ്യൂം ചെയ്യുകയും അവയുടെ സർവൈവലിന് വേണ്ടി ഊർജ്ജം നേടുകയും ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകൾ കൺസ്യൂം ചെയ്യുകയും അവയുടെ നിലനിൽപ്പിന് ഊർജ്ജം നേടുകയും ചെയ്യുന്ന ജീവികളെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അതുപോലെ തന്നെ ഇവർ സ്വന്തമായി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ദോ ദേ കനോട്ട് പ്രൊഡ്യൂസ് ഫോർ ദംസെൽവ്സ്, ദേ ക്യാൻ ട്രാൻസ്ഫോം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം വൺ ഫോം ടു അനദർ. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഒരു ഫോമിൽ നിന്ന് അനദർ ഫോമിലോട്ട് മാറ്റാനായിട്ട് ആർക്ക് കഴിയും? കൺസ്യൂമേഴ്സിന് കഴിയും. ഓക്കെ. ദെൻ കൺസ്യൂമേഴ്സ് ആർ 4 ടൈപ്സ്: പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർട്ടറി കൺസ്യൂമേഴ്സ് ആൻഡ് ക്വാട്ടർണറി കൺസ്യൂമേഴ്സ്. അപ്പം നമുക്കിനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി കൺസ്യൂമേഴ്സ് ഓർ ഹെർബിവേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് സസ്യഫുക്ക്, മാംസഫുക്ക് എന്നൊക്കെ, അതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഹെർബിവേഴ്സ്, സസ്യഫുക്ക്. പ്രൈമറി കൺസ്യൂമേഴ്സ് ആർ ആനിമൽസ് ലൈക്ക് ഗോഡ്സ്, ഡിയേഴ്സ്, കാറ്റിൽസ് വിച്ച് ഫീഡ് ഓൺ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഇതാണ് ആനിമൽസുകളായിട്ടുള്ള ഗോഡ്സ്, ഡിയേഴ്സ്, കാറ്റിൽസുകളൊക്കെയാണ്. ഇവർ ഫീഡ് ചെയ്യുന്ന എന്താണ്? കഴിക്കുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെയാണ് കഴിക്കുന്നത്. ഓക്കെ. അതായത് പ്ലാന്റ്സ് ആണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അതിനെയാണ് എന്തോന്ന് ചെയ്യുന്നത്? പ്രൈമറി കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഓർ സ്മാൾ കാർണിവേഴ്സ്, അതായത് ചെറിയ മാംസഫുക്കുകൾ.
that such as animals like lizards, cats, snakes which feed on primary consumers. ഈ പ്രൈമറി കൺസ്യൂമേഴ്സ് അതായത് സസ്യഭുക്കുകളെ ആര് കഴിക്കുന്നു? സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ടെറിട്ടറി കൺസ്യൂമേഴ്സ് ഓർ ലാർജ് കാർണിവേഴ്സ്, അതായത് വലിയ മാംസഭുക്കുകൾ. അനിമൽസ് ലൈക്ക് വൂൾസ്, ഹോക്സ്, ഹക്സ് മീൻസ് പരുന്ത്, എക്സെട്ര വിച്ച് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഇവരാരെ കൺസ്യൂം ചെയ്യുന്നു? സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഇതൊരു നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് വെബാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ക്വാർട്ടർണറി കൺസ്യൂമേഴ്സ്, അതായത് ലാർജസ്റ്റ് കാർണിവേഴ്സ്, ഏറ്റവും വലിയ മാംസഭുക്കുകളാണ്. അനിമൽസ് ലൈക്ക് ബിയേഴ്സ്, ടൈഗേഴ്സ്, ലയൺസ് എക്സെട്ര വിച്ച് ഫീഡ് ഓൺ ടെറിട്ടറി കൺസ്യൂമേഴ്സ്. ഇവരാരെ ഭക്ഷിക്കുന്നു? ടെറിട്ടറി കൺസ്യൂമേഴ്സിനെ ഭക്ഷിക്കുന്നു. മനസ്സിലായ? കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന വിച്ച് കൺസ്യൂം ദ ഫുഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഗെയിൻ ദ എനർജി ഫോർ ദെയർ സർവൈവൽ. പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് കൺസ്യൂം ചെയ്യുകയും അവയുടെ സർവൈവലിന് വേണ്ടിയിട്ട് എനർജി നേടുകയും ചെയ്യുന്ന ജീവികളെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. 4 ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട്. ദേ ആർ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിട്ടറി കൺസ്യൂമേഴ്സ് ആൻഡ് ക്വാർട്ടർണറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അനിമൽസ് ലൈക്ക് ഗോഡ്സ്, ഡിയർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഫ്രീഡ് ഓൺ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ലൈക്ക് ലിസാർഡ്സ്, അനിമൽസ് ലൈക്ക് ലിസാർഡ്, ക്യാറ്റ്സ്, സ്നേക്ക് വിച്ച് ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സ്. ദെൻ ടെറിട്ടറി കൺസ്യൂമേഴ്സ്, അനിമൽസ് ലൈക്ക് വൂൾസ്, ഹോക്സ് എക്സെട്ര വിച്ച് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഓക്കെ. ദെൻ ക്വാർട്ടർണറി കൺസ്യൂമേഴ്സ് ഓർ ലാർജസ്റ്റ് കാർണിവേഴ്സ്, വലിയ മാംസഭുക്കുകൾ, അനിമൽസ് ലൈക്ക് ബിയേഴ്സ്, ടൈഗേഴ്സ്, ലയൺസ് എക്സെട്ര വിച്ച് ഫീഡ് ഓൺ ടെറിട്ടറി കൺസ്യൂമേഴ്സ്. ഓക്കെ. ദെൻ ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഡീകോമ്പോസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വിഘടിപ്പിക്കുന്നവർ. അതായത് എന്താണ്? നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിനെ നോൺ ലിവിങ് ഓർഗാനിസം ആക്കുന്നതിനെയാണ് എന്തോന്ന് പറയുക? ഡീകോമ്പോസേഴ്സ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓർഗാനിസംസ് വിച്ച് ഈറ്റ് ഡെഡ് ഓർഗാനിസം ആൻഡ് ട്രാൻസ്ഫോം ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ബാക്ക് ഇൻ ടു ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് അനിമൽസ്, അതായത് ചത്ത ജീവികളെ ഭക്ഷിക്കുകയും ജൈവ സംയുക്തങ്ങളെ അജൈവ സംയുക്തമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ ജീവികളെയാണ് എന്തോന്ന് പറയുന്നത്? ഡീകോമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദീസ് ഇനോർഗാനിക് കോമ്പൗണ്ട് ആർ യൂസ്ഡ് ബൈ ദി പ്രൊഡ്യൂസേഴ്സ് ടു പ്രിപ്പയർ ഫുഡ്. ഈ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ആർക്ക്? പ്രൊഡ്യൂസേഴ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നു. അതായത് പ്രൊഡ്യൂസർ, നമുക്ക് പ്രൈമറി നമ്മൾ പറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആരാണ്? പ്ലാന്റ്സുകൾ. അതിന് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കൂലേ? അപ്പം അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏത് സഹായിക്കുന്നു? ഇൻഓർഗാനിക് കോമ്പൗണ്ട്സുകൾ യൂസ് ചെയ്യുന്നു. ഓക്കെ. ഇറ്റ് ഈസ് എ സൈക്ലിക് എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ ദ ലിവിങ് ഓർഗാനിസം ആൻഡ് എൻവയോൺമെൻറ്റ്. ലിവിങ് ഓർഗാനിസവും എൻവയോൺമെൻറ്റും തമ്മിലുള്ള സബ്സ്റ്റാൻസിൻ്റെ സൈക്ലിംഗ് എക്സ്ചേഞ്ചും കൂടെയാണ് എന്തോന്ന് പറയുന്ന ഡീകോമ്പോസേഴ്സിൽ പറയുന്നത്. അപ്പോൾ ഡീകോമ്പോസേഴ്സിൽ പറയുന്നത് എന്താണ്? ഓർഗാനിസംസ് വിച്ച് ഈറ്റ് ഡെഡ് ഓർഗാനിസം ആൻഡ് ട്രാൻസ്ഫോം ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ബാക്ക് ഇൻ ടു ഇൻഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇൻഓർഗാനിക് കോമ്പൗണ്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അതായത് ചത്ത ജീവികളെയൊക്കെ കഴിക്കുന്നതിനെയാണ് എന്തോന്ന് ഭക്ഷിക്കുകയും ജൈവ സംയുക്തങ്ങളെ അജൈവ സംയുക്തമാക്കി മാറ്റുന്നവരെയാണ് ഡീകോമ്പോസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. പ്രൊഡ്യൂസേഴ്സ് കണ്ടോ, കൺസ്യൂമേഴ്സ്, ദെൻ ഡീകോമ്പോസേഴ്സ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ദെൻ ഷാൾ വി ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. Functions of ecosystem. It regulates the essential ecological process, support life system and renders stability. എക്കോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുകയും ലൈഫ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുകയും സ്റ്റെബിലിറ്റി നൽകുകയും ചെയ്യുക എന്നതാണ് എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. അപ്പോൾ എന്താണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റമാണ് നോക്കുന്നത്. അതെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇറ്റ് റെഗുലേറ്റ്സ് ദ എസെൻഷ്യൽ എക്കോളജിക്കൽ പ്രോസസ്സസ്, സപ്പോർട്ട് ലൈഫ് സിസ്റ്റം ആൻഡ് റെൻഡേഡ് സ്റ്റെബിലിറ്റി. എക്കോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുകയും ലൈഫ് സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യുകയും സ്റ്റെബിലിറ്റി നൽകുകയും ചെയ്യുന്ന ആണ് എന്തോന്ന് എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ.
ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ദി സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. ബയോട്ടിക്കും അബയോട്ടിക് കമ്പോണൻസുകൾ തമ്മിലുള്ള ന്യൂട്രിയൻസിൻ്റെ സൈക്ലിങ്ങിനും എക്കോസിസ്റ്റം ഉത്തരവാദിയാണ്. ബയോട്ടിക്കും അബയോട്ടിക് കമ്പോണൻസുകളും തമ്മിലുള്ള ന്യൂട്രിയൻസിൻ്റെ സൈക്ലിങ്ങിനും എക്കോസിസ്റ്റം ഉത്തരവാദി. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് മെയിൻറ്റെയിൻസ് എ ബാലൻസ് എമംഗ് ദി വേരിയസ് ട്രോപ്പിക് ലെവൽസ് ഇൻ ദ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിലെ വേരിയസ് ട്രോപ്പിക് ലെവൽസിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിലെ ആഹാര ശൃംഖലകൾ, ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുന്ന ആഹാര ശൃംഖലകളിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും എക്കോസിസ്റ്റം സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് സൈക്കിൾസ് ദ മിനറൽസ് ത്രൂ ദി ബയോസ്ഫിയർ. ഇത് എന്താണ്? സൈക്ലിംഗ് ചെയ്യുന്നു. ഏത് വഴിയാണ്? മിനറൽസ് ത്രൂ ദി ബയോസ്ഫിയർ. ബയോസ്ഫിയറിലൂടെ മിനറൽസിനെയും സൈക്ലിംഗ് ചെയ്യാനായിട്ട് എക്കോസിസ്റ്റം സഹായിക്കുന്നു. ദെൻ ദ അബയോട്ടിക് കമ്പോണൻസ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ഇൻവോൾവ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് എനർജി. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിക് കമ്പോണൻസിൻ്റെ സമന്വയം മീൻസ് എന്താണ്? സിന്തസിസ്, സമന്വയത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ എനർജി എക്സ്ചേഞ്ച് ചെയ്യാനും സഹായിക്കുന്നു. ദ അബയോട്ടിക് കമ്പോണൻസ് ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് ഓർഗാനിക് കമ്പോണൻസ് ദാറ്റ് ഇൻവോൾവ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് എനർജി. അബയോട്ടിക് കമ്പോണൻസുകൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ദ സിന്തസിസ് ഓഫ് ആൻ ഓർഗാനിക് കമ്പോണൻസ്, ഊർജ്ജവിനിമയം നടത്താനായിട്ട് കഴിയുന്ന ഓർഗാനിക് കമ്പോണൻസിൻ്റെ സമന്വയത്തിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എനർജി എക്സ്ചേഞ്ച് ചെയ്യാനും സഹായിക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം? ഇറ്റ് റെഗുലേറ്റ്സ് ദ എസെൻഷ്യൽ എക്കോളജിക്കൽ പ്രോസസ്, സപ്പോർട്ട് ലൈഫ് സിസ്റ്റം ആൻഡ് റെൻഡേഴ്സ് ദ സ്റ്റെബിലിറ്റി. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ദി സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. Then next one, it maintains a balance among the various trophic levels in the ecosystem. Then it cycles the minerals through the biosphere. Then next one, the abiotic components help in the synthesis of organic components that involves the exchange of energy. Then thank you.